ഹായ് ഹലോ കൂട്ടുകാരെ, തുമ്പീസ് വ്ലോഗിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു ട്രാവൽ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ട്രാവൽ എന്ന് പറയുമ്പോൾ വലിയ ദൂരമൊന്നുമില്ല, നമ്മൾ തമിഴ്നാട് വരെ. തമിഴ്നാട്ടിൽ നമ്മൾ പളനി മുരുകനെ കാണാൻ പോകുന്ന ഒരു വീഡിയോ ആണ്. അപ്പം ഞങ്ങൾ KSRTCയിലാണ് പോകുന്നത് കേട്ടോ. KSRTCയിലെ വണ്ടി ബുക്ക് ചെയ്ത് നേരത്തെ ബുക്ക് ചെയ്തിട്ടിരുന്നു. അപ്പോൾ അങ്ങനെയാണ് പോകുന്നത്. ആദ്യം കൊല്ലത്തിറങ്ങുക, കൊല്ലത്ത് സ്റ്റാൻഡിൽ ഇറങ്ങിയിട്ട് അവിടുന്ന് 4:05 ബസ് ടൈം പറഞ്ഞിരുന്നത്. പക്ഷേ 4:05 ബസ് ടൈം പറഞ്ഞിരുന്നെങ്കിലും മഴയും ഒക്കെ ഉണ്ടായതുകൊണ്ട് ബസ് വന്നപ്പോൾ ഒരു 1.5-2 മണിക്കൂറിനകത്ത് വെച്ച് ലേറ്റായിരുന്നു. അപ്പോൾ അവിടെ ബസ്സൊക്കെ വന്നു കേട്ടോ. അപ്പോൾ ഇതാണ് കൊല്ലം സ്റ്റാൻഡ്. കൊല്ലം സ്റ്റാൻഡ് കണ്ടിട്ടില്ലാത്തവരൊക്കെ കണ്ടോളൂ. ഇതാണ് ഞങ്ങളുടെ കൊല്ലം സ്റ്റാൻഡ്, കൊല്ലം KSRTC ബസ് സ്റ്റാൻഡ്. അപ്പോൾ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേന് അമ്മ വന്നു കേട്ടോ. ഞാനും അമ്മയും കുഞ്ഞാറ്റയും തുമ്പയും അണ്ണനുമായിട്ടാണ് പോകുന്നത്. ഞങ്ങൾ 5 പേരാണ് അപ്പം മുരുകനെ കാണാനായിട്ട് പോകുന്നത്. അപ്പോൾ വണ്ടി നല്ല ലേറ്റായിരുന്നു, 2 മണിക്കൂറോളം വണ്ടി ലേറ്റായിരുന്നു. അപ്പം നമ്മുടെ വണ്ടി വരാൻ കുറേ സമയം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോഴത്തേനും നമ്മൾ കുറച്ച് കാര്യമൊക്കെ പറഞ്ഞ് ഫോട്ടോസൊക്കെ എടുത്ത് അവിടെ ഇരുന്ന് അങ്ങനെ നമ്മുടെ വണ്ടി വന്നു. ഇതായിരുന്നു നമ്മൾ പോയ വണ്ടി. ഞാൻ ആദ്യം വിചാരിച്ചു നമ്മുടെ സാധാ KSRTC ആയിരിക്കുമെന്ന് കേട്ടോ. അല്ല, അങ്ങനെയൊന്നുമല്ല, നമ്മൾ ബുക്ക് ചെയ്ത് പോകുന്ന വണ്ടി. അത്യാവശ്യം നല്ല സീറ്റ്, നല്ല ചാരിയൊക്കെ ഇരിക്കാൻ പറ്റുന്ന നല്ല സീറ്റും, പിന്നെ നമ്മുടെ ഫോൺ ചാർജ് കുത്താൻ വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങൾ, പിന്നെ മ്യൂസിക് ഉണ്ടായിരുന്നു. അങ്ങനെ നല്ലൊരു വൈബായിട്ടുള്ള ഒരു KSRTC ബസ്സായിരുന്നു കേട്ടോ അങ്ങോട്ട് പോയത്. അങ്ങനെ നമ്മൾ കുറേ ദൂരം ഉണ്ടായിരുന്നു. അപ്പം ബസ്സിൽ പോകുമ്പോൾ നല്ല ദൂരമുണ്ട്. അപ്പോൾ ട്രെയിനിൽ പോകുമ്പോൾ നമുക്ക് അത്രയും തോന്നത്തില്ല കേട്ടോ. നല്ലൊരു കംഫർട്ടാണ് ട്രെയിനിൽ പോകുമ്പോൾ. ട്രെയിനിൽ പോകുന്നതാണ് എനിക്ക് തോന്നുന്നത് കുറച്ചുകൂടെ ബെറ്റർ എന്ന് പറയുന്നത്. ഇപ്പം രാത്രിയായി കേട്ടോ. രാത്രിയായപ്പം ബസ്സിൻ്റെ അകത്തെ സീനാണ് ഈ കാണുന്നത്. നിറയെ ലൈറ്റുകളും ലൈറ്റ് സെറ്റിങ്സും മ്യൂസിക്കും ഒക്കെ ഉണ്ടായിരുന്നു. നമുക്കധികം ബോറടിക്കത്തൊന്നുമില്ല. അപ്പോൾ സൂപ്പറായിരുന്നു. അങ്ങനെ ഞങ്ങൾ പളനി ബസ് സ്റ്റാൻഡിൽ വന്നിറങ്ങി കേട്ടോ. പളനി ബസ് സ്റ്റാൻഡിൽ വന്നിറങ്ങി. ഇതായിരുന്നു ബസ്, ഈ കിടക്കുന്നതായിരുന്നു നമ്മൾ വന്ന ബസ്. ഇത് വന്ന് ഇറങ്ങിയവരെല്ലാം പല പല സ്റ്റാൻഡുകളിൽ നിന്ന് കയറി ബുക്ക് ചെയ്ത് വന്നവരാണ് ഏറ്റവും കൂടുതലധികം ആളുകൾ. നമ്മൾ വന്നിറങ്ങിയപ്പോൾ നല്ല മഴയായിരുന്നു കേട്ടോ. നല്ല മഴ, എങ്ങോട്ട് പോകണമെന്ന് അറിയാൻ മേത്ത അവസ്ഥ. അങ്ങനെ ആയിരുന്നു, നല്ല മഴയും ഇരുട്ടും എല്ലാം ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ അവിടെ ചെന്നിറങ്ങി ഒരു ലോഡ്ജിൽ റൂമൊക്കെ എടുത്ത് കുളിച്ച് റെഡിയായി ഫ്രഷ് ആയിട്ട് നമ്മൾ മല കയറാനായിട്ട് ഒരുങ്ങി ഇറങ്ങി കേട്ടോ. മല കയറാനായിട്ട് നമ്മൾ പോവുകയാണ്. നമ്മൾ 5 പേരും കൂടെ ഇറങ്ങി. അങ്ങനെ അവിടുത്തെ റോഡാണ് കേട്ടോ, നിറയെ വണ്ടികൾ, അപ്പുറം ഇപ്പുറം നിറയെ വണ്ടികളും ആൾക്കാരും, നല്ല തിരക്കുണ്ടായിരുന്നു. മഴയായതുകൊണ്ട് നിറയെ റോഡ് നിറയെ അവിടെ ഇവിടെയൊക്കെ വെള്ളവും ചെളിയും ഒക്കെ ആയിരുന്നു. അങ്ങനെ അത്യാവശ്യം നല്ലൊരു ലോഡ്ജൊക്കെ ആയിരുന്നു നമുക്ക് കിട്ടിയത് കേട്ടോ. നല്ല വൃത്തികേട് അങ്ങനെയൊന്നും പറയാനൊന്നുമില്ല, നല്ല അത്യാവശ്യം നല്ലൊരു ലോഡ്ജൊക്കെ ആയിരുന്നു. അപ്പോൾ ഞാൻ മല കയറുന്നതിന് മുമ്പ് താഴെ നിന്നുകൊണ്ട് മലയിലേക്കുള്ള വ്യൂ ഒന്ന് കാണിച്ചു തരാം കേട്ടോ. ഇതാണ് നമ്മുടെ പളനിമല. പണ്ടൊക്കെ വരുമ്പോൾ മൊബൈൽ നമുക്ക് മുകളിലോട്ട് മലയിലോട്ട് കൊണ്ടുപോകുമായിരുന്നു. ഇപ്പം നമുക്ക് മലയിലോട്ട് മൊബൈലൊന്നും കൊണ്ടുപോകാൻ പറ്റില്ല കേട്ടോ. അവർ കയറ്റില്ല. അവിടെ അതിന് പ്രത്യേകം സജ്ജീകരണമുണ്ട്. നമ്മൾ മൊബൈൽ അവിടെ ഏൽപ്പിച്ചിട്ട് പോകണം. അതുകൊണ്ട് നമുക്ക് അകത്തോട്ടുള്ളതും വ്യൂ ഒന്നും മുകളിലേക്കുള്ള മലയിലെ ദൃശ്യങ്ങളൊന്നും എടുക്കാൻ പറ്റില്ല. അങ്ങനെ ഞങ്ങൾ പളനിമലയിലെ മുരുകനെയൊക്കെ കണ്ടിറങ്ങി കേട്ടോ. നല്ല തിരക്കുണ്ടായിരുന്നു. ഒരു 3-3.5 മണിക്കൂറോളം ക്യൂ നിന്നിട്ട് വേണമായിരുന്നു നമ്മൾ കാണാനായിട്ട്. അത്രത്തോളം തിരക്കുണ്ടായിരുന്നു. എനിക്ക് തോന്നി ഏറ്റവും കൂടുതൽ മലയാളികളെക്കാട്ടിയും കൂടുതൽ ഈ തമിഴ്നാട്ടുകാരാണ് ഏറ്റവും കൂടുതൽ മുരുകനെ കാണാനായിട്ട് അവിടെ വന്നിട്ടുള്ളത്. മലയാളികളെ കുറച്ച് മാത്രമേ ഞാൻ കണ്ടുള്ളൂ. ഏറ്റവും കൂടുതൽ അവിടെ തമിഴ്നാട്ടുകാർ തന്നെയാണ് മുരുകനെ കാണാനായിട്ട് അവിടെ മല കയറുന്നത് ഏറ്റവും കൂടുതൽ. പിന്നെ അവിടുത്തെ പ്രസാദമൊക്കെ വാങ്ങിച്ചു കേട്ടോ. പ്രസാദമൊക്കെ വാങ്ങിച്ച് അവിടെ കുറേ നേരം ഇരുന്നിട്ടാണ് നമ്മൾ മലയിൽ നിന്ന് അങ്ങോട്ട് പതുക്കെ ഇറങ്ങിയത്. കയറുമ്പോൾ നല്ല വൈബായിട്ട് അങ്ങ് കയറിപ്പോകും, പക്ഷേ ഇറങ്ങുമ്പോൾ ഒരു ക്ഷീണവും അവശതയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റേതായ ഒരു ബുദ്ധിമുട്ട് ചെറുതായിട്ടൊക്കെ ഉണ്ട്. പിന്നെ കുറച്ച് ഫോട്ടോസ് വീഡിയോസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ താഴെ വന്നിട്ട് അങ്ങനെ എടുത്ത്. അപ്പോൾ നല്ലൊരു അടിപൊളി ഒരു യാത്ര തന്നെ ആയിരുന്നു കേട്ടോ. ഇനി കുറച്ച് കാഴ്ചകളിലേക്ക് നമുക്ക് പോകാമേ.
അങ്ങനെ അവിടുത്തെ കാഴ്ചകളെല്ലാം കണ്ട് വന്നപ്പോൾ ഉണ്ട് അവിടെ അന്നദാനം നടക്കുന്നത് കേട്ടോ. അവിടെ നമ്മുടെ ഇവിടുത്തെ പോലെ തന്നെ അവിടെ അമ്പലത്തിന് വെളിയിലായിട്ട് നമുക്ക് അന്നദാനം ഉണ്ടായിരുന്നു. അമ്പലത്തിനകത്തും ഉണ്ടായിരുന്നു അന്നദാനം കേട്ടോ. ഇത് ഓരോ വ്യക്തികൾ നടത്തുന്നതാണെന്ന് തോന്നുന്നു എനിക്ക്. അല്ലാതെ അമ്പലത്തിൻ്റെ വകയായിട്ട് അമ്പലത്തിൻ്റെ അകത്തും അന്നദാനം ഉണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ ക്യൂ നിന്നപ്പോൾ അവിടെ കണ്ടായിരുന്നു. പിന്നെ ഒത്തിരി ഷോപ്പുകൾ, കടകൾ, കുതിരവണ്ടികൾ, അങ്ങനെ കുറേ കാഴ്ചകളൊക്കെ കണ്ടു. അങ്ങനെ പിന്നെ ഫുഡൊക്കെ കഴിച്ചു കേട്ടോ. ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മൾ തിരിച്ച് പോകാനായിട്ട് ഇറങ്ങി. വൈകിട്ട് 7 മണിക്കാണ് വണ്ടി വരുന്നതിന് ഒരു അരമണിക്കൂർ മുന്നേ നമ്മൾ ഇറങ്ങി. ഇങ്ങോട്ട് വന്നപ്പം 2 മണിക്കൂർ ബസ് ലേറ്റായെങ്കിലും ചിലപ്പോൾ അങ്ങോട്ട് പോകുമ്പോൾ നേരത്തെ വണ്ടി എടുത്താലോ എന്ന് പേടിച്ച് നമ്മൾ കുറച്ച് നേരത്തെ തന്നെ സ്റ്റാൻഡിലെത്തിയിരുന്നു കേട്ടോ. ഇത് നമ്മുടെ പളനിമല മുരുകൻ്റെ അമ്പലത്തിൻ്റെ തൊട്ടടുത്തുള്ള കാഴ്ചകളാണ് കേട്ടോ. കുന്നും മലകളും നല്ല ഭംഗിയാണ്. മലകളൊക്കെ ഇവിടെ നിന്ന് കാണാനായിട്ട് നല്ലൊരു വ്യൂ തന്നെയാണ്. അപ്പോൾ അങ്ങനെ കുറച്ച് വീഡിയോസൊക്കെ എടുത്തതിന് ശേഷം നമ്മൾ സ്റ്റാൻഡിലോട്ട് പോയി കേട്ടോ. സ്റ്റാൻഡിൽ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. സ്റ്റാൻഡിലോട്ട് പോകുന്ന വഴിയാണിത്. ധാരാളം കടകളൊക്കെ ഉണ്ട് കേട്ടോ. ഇഷ്ടം പോലെ കടകളുണ്ട്. കൂടുതലും ഫുഡ് ഐറ്റംസാണ് കടകളായിട്ടുള്ളത്. പണ്ടൊക്കെയെന്ന് വെച്ചാൽ പ്ലാസ്റ്റിക് സാധനങ്ങളൊക്കെ ഏറെ ഉണ്ടായിരുന്നു. ഇപ്പോൾ അങ്ങനെയുള്ള കടകളൊന്നും കാണാനില്ല. ഇപ്പോൾ കൂടുതൽ ഫുഡ് ഐറ്റംസിൻ്റെ കടകളാണ്. അപ്പം നമ്മൾ തിരിച്ച് നാട്ടിലേക്ക് പോവുകയാണ് കേട്ടോ. നമ്മുടെ സ്വന്തം നാടായ നമ്മുടെ സ്വന്തം കേരളത്തിലേക്ക് പോവുകയാണ്. അങ്ങനെ പളനിയിലെ ബസ് സ്റ്റാൻഡിലെത്തി കേട്ടോ. ബസ് സ്റ്റാൻഡിലെ കാഴ്ചകളാണ്. ഇതാണ് പളനിയിലെ ബസ് സ്റ്റാൻഡ്. അവിടെ നമ്മുടെ കൊല്ലം ബസ് സ്റ്റാൻഡ് കണക്കൊന്നുമല്ല. നിറയെ കടകൾ, പിന്നെ മറ്റുള്ള വണ്ടികളൊക്കെ അങ്ങ് സ്റ്റാൻഡിനകത്ത് കയറും. ഓട്ടോയും ബൈക്കും എന്ന് വേണ്ട എല്ലാ വണ്ടികളും കയറും കേട്ടോ സ്റ്റാൻഡിനകത്ത്. അപ്പോൾ നമ്മുടെ വണ്ടി വന്നിട്ടുണ്ട് അവിടെ. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരാം. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ഓക്കെ, ബൈ, സീ യു.